അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ഗോവ ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ആക്ച്വലി കുറച്ച് ഡിലേ ആയി, കുറച്ച് ബിസി ആയി പോയി. ഇതിനിടയ്ക്ക് കുറച്ച് ട്രിപ്പുകൾ പോയി. പിന്നെ ഗോവ തന്നെ ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് വേറൊരു ട്രിപ്പും കൂടെ പോയി. അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയതാണ്. ഇപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ക്രിസ്ത്യൻ ആർട്ട് ഗാലറി. നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള സെന്റ് അഗസ്റ്റിൻസ് ടവറിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു എന്താ പറയാ ഒരു ക്രിസ്ത്യൻ ആർട്ട് ഗാലറിയാണിത്. ഇതിൽ ആക്ച്വലി മൊത്തം കുറെ ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുള്ള പെയിന്റിങ്സ് ആണ്, ക്രിസ്ത്യൻ പെയിന്റിങ്സ് ആണ്. ഒരു അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പെയിന്റിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പെയിന്റിങ്സ് നോക്കി കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക്, അതിനെപ്പറ്റി കൂടുതൽ നോളജ് ഉള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടും. ആക്ച്വലി എനിക്ക് പെയിന്റിങ് അതിനെപ്പറ്റി വലിയ ഒരു ഇതില്ല, അറിയില്ല. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീസും വരും. ഒരു 10 റുപ്പീസ് ആണ് എൻട്രി ഫീസ്. അപ്പോ കുഴപ്പമില്ല, ഒരു 10 രൂപ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയൊരു ഇതാണ്. ഇതാണ് ഗോവയിലെ മിറാമർ ബീച്ച്. പനാജിക്ക് അടുത്താണ് ഈ ബീച്ച് വരുന്നത്. ജസ്റ്റ് വലിയൊരു പ്ലേസ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റി, അത്രേ ഉള്ളൂ. കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട്, കുറച്ച് പേര് ബീച്ചിൽ കുളിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് കുറെ റെന്റൽ സ്കൂട്ടേഴ്സ് കാണാൻ പറ്റും. ഇങ്ങനെ ഈ ബ്ലാക്ക് സ്കൂട്ടർ ഞാൻ റെന്റിനെടുത്താണ് ഇവിടെ വന്നിട്ട്. ജസ്റ്റ് ഒരു 1 ഡേക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഇപ്പോ ബസ്സൊന്നും കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒന്നാമത് ഇവിടുത്തെ ബസ്സൊക്കെ ഭയങ്കര ശോകമാണ്. അപ്പോ ഈ സ്കൂട്ടർ എന്തായാലും നന്നായി. ഇതിനകത്ത് നമുക്കൊരു ഹെൽമെറ്റ് വരും. പിന്നെ ഇച്ചിരി നമുക്കൊരു അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാൻ പറ്റിയ അത്രയുള്ള ഒരു പെട്രോള് ചെറിയ വരും. നമുക്ക് വലിയ പ്രശ്നമല്ല. ഒരു 300 റുപ്പീസിനോ അല്ലെ 200 റുപ്പീസിന് പെട്രോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങനെ സ്കൂട്ടറൊക്കെ എടുത്ത് കുറച്ച് കറങ്ങി ഒരു 1 ഡേ ഒരു 400 റുപ്പീസ് ആണ് റെന്റ് വരുന്നത്. 400-500. നമ്മൾ കുറച്ച് കൂടുതൽ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ച് കുറവ് ക്യാഷ് മതി. നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു ഫ്രീഡം ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. പിന്നെ കുറച്ച് സേഫ് ആയിരിക്കുക, അതായത് പാർക്ക് ചെയ്യുമ്പോഴും എല്ലാ കാര്യത്തിനും ഒരു കുറച്ച് സേഫ്റ്റി നോക്കി ചെയ്യണം. കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ആയാലും പണി കിട്ടും. ഇത് ഞാൻ അടുത്ത് വന്നിരിക്കുന്ന ലൊക്കേഷനാണ്. ആഗ്വ ജയിൽ മ്യൂസിയം എന്നാണ് ഇതിന്റെ പേര്. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു ജയിലായിരുന്നു. അപ്പൊ അവരതിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു എന്താ പറയാ, കടലിന്റെ സൈഡിലുള്ള ഒരു കോട്ട പോലൊരു സെറ്റപ്പാണ്. ഇതിനകത്ത് കയറാൻ നമുക്ക് 200 റുപ്പീസിന്റെ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് ഇതിന് വണ്ടി വെക്കാനായിട്ട് ഒരു 50 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം. പക്ഷെ ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നമുക്ക് 200 റുപ്പീസ് കൊടുത്താലും നല്ല വെർത്ത് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ നമുക്ക് കാണാൻ പറ്റും.
ആ സ്ഥലം പ്രിസർവ് ചെയ്തിരിക്കുന്നത് തന്നെ നല്ലൊരു ഭംഗിയായിട്ടാണ്. ഇതിന്റെ കൂടെ ഒരു ബാൻഡും കിട്ടും, അത് നമ്മൾ കയ്യിലിടണം. ബാൻഡാണ് ഇപ്പൊ ചേച്ചി ഇട്ട് തരുന്നത്. ആ ബാൻഡ് നമ്മൾ കയ്യിലിട്ടിട്ട് വേണം അകത്തോട്ട് പോകാൻ. നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഈ ബാൻഡ് അവര് നമ്മുടെ കട്ട് ചെയ്തങ്ങ് മേടിക്കും. ഇതൊരു റെസ്റ്റോറന്റ് ആണ്. ഇതിനകത്ത് തന്നെ റെസ്റ്റോറന്റ് വരുന്നുണ്ട്, വേറൊരു ആർട്ട് ഗാലറി വരുന്നുണ്ട്, പിന്നെ കുറെ പണ്ടത്തെ പ്രിസൺ, ജയിൽ, തടവറ എന്നൊക്കെ പറയില്ലേ, ഇരുമ്പഴികൾ, അതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരുപാട് പീരങ്കികള് അതേപോലെ സീ ഫേസിംഗ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് കാണാം. ഒത്തിരി ഉണ്ട് പീരങ്കികള്. അത് ആക്ച്വലി ഇവര് എന്തിനായി ഫോർട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 1602 ആയപ്പോ ഇവര് ഈ ഡിഫൻസിന് വേണ്ടിയിട്ട്, ഷിപ്സിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് പോർച്ചുഗീസുകാർ പണിഞ്ഞൊരു ഫോർട്ടാണ് ഇത്. ഇത് പിന്നീട് ഒരു 1930 ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇത് അവരുടെ ഒരു പ്രിസൺ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തു. ഇവിടെ മെയിൻ ആയിട്ട് ഫ്രീഡം ഫൈറ്റേഴ്സും പിന്നെ അവരുടെ ക്രിമിനൽസും അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഒരുപാട് കിടന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്, വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് ഈ ഇവിടെ കിടന്നിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ. അങ്ങനെ ഏകദേശം 1930 തൊട്ടിട്ട് ഒരു 1960s വരെ ഈ പ്രിസൺ നമ്മുടെ പോർച്ചുഗീസ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് 1961 ആയപ്പോ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു അറ്റാക്ക് ഉണ്ടായി. ഓപ്പറേഷൻ വിജയ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ബേസിക്കലി ഇത് ഭരിച്ചിരുന്നത് പോർച്ചുഗീസ് ആയിരുന്നല്ലോ ഈ ഗോവ. അപ്പോ അത് തിരിച്ച് വീണ്ടെടുത്ത് ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു അത്. അങ്ങനെ 1961 ശേഷം നമ്മുടെ ഇന്ത്യയുടെ കയ്യിലായി ഈ ഫോർട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിസൺ ഡീകമ്മീഷൻ ചെയ്യുന്നത് 2015 അതിനുശേഷം ഇതൊരു മ്യൂസിയം ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഒരു 2021 ഇതിന്റെ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം ഒത്തിരി ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് തന്നെയാണത്. ഞാൻ പോയതൊരു ഓഫ് സീസണിലായതുകൊണ്ടിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങനെ ഉണ്ടായില്ല. ആക്ച്വലി ഗോവയിലെ അന്ന് വലിയ ടൂറിസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഓഫ് സീസൺ ആയിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഒരു ചെറിയൊരു സീസണിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഒന്നുകൂടെ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നല്ല ആളുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെയിനായിട്ട് കുറച്ച് നമ്മുടെ നോർത്ത് സൈഡാണ് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്തത്. ഒരു പാർട്ടി ഹാപ്പനിങ് പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള പ്ലേസസ് ആണ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയത്. ഈ കാണുന്ന റൂംസ് ഒക്കെ ഓൾറെഡി പണ്ട് ആളുകൾ കിടന്നിരുന്ന പ്രിസൺ ആണ്. ഇതിനകത്ത് തന്നെ ഒരു പ്രെയർ സ്പേസും വരുന്നുണ്ട് ഈ ജയിലിനകത്ത് തന്നെ. ഇതൊക്കെ ഓരോ സെല്ലുകളാണ് കേട്ടോ. ഒരു ടൈമിൽ ആളുകൾ കിടന്നിട്ടുണ്ടായിരുന്ന ഓരോ സെല്ലുകളാണ്. ജസ്റ്റ് അങ്ങോട്ട് നോക്കിയാൽ കാണാം, നമുക്ക് ഒരുപാട് സെല്ല് കാണാം. അങ്ങോട്ട് ഓരോരോ റൂംസ് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോരുത്തർ ഓരോ ടൈമിൽ കിടന്ന് ടോർച്ചർ അനുഭവിച്ച പ്ലേസ് ആണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചെറിയൊരു നെഗറ്റിവിറ്റി അവിടെ നിന്ന് ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഞാനത് കാണുന്ന ടൈമിൽ അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ടൂറിസ്റ്റിന്റെ മുകളിലില്ലായിരുന്നു. അപ്പോ ചെറിയൊരു എവിടെയോ എന്തോ പിന്നെ കണ്ട് ഷൂട്ട് ചെയ്ത് പോന്നു. ഈ ഒരുപാട് റൂംസ് ഉണ്ട്. എല്ലാം ഈ കാണുന്ന പോലെ തന്നെ ഈ സെല്ലുകളാണ്. അവിടെ മിക്കയിടത്തും ഇപ്പോ ഇങ്ങനെ ഓരോരോ യേശുവിന്റെയും ജോസഫിന്റെ ഒക്കെ ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. ഇതൊരു അമ്പലമാണ്. ഇതിനകത്ത് ഓരോ സെല്ലിലും ഇപ്പൊ ഓരോരോ ദൈവങ്ങളെ ഇട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ റൂമിൽ ഇവർ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ TV, പ്രൊജക്ടേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഇവരുടെ ഹിസ്റ്ററി തന്നെയാണ് മൊത്തം. ഇവരുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചും പിന്നെ ഇവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റിയും കൊങ്കണി ഭാഷയെ പറ്റിയും അങ്ങനെ കുറെ ഡീറ്റെയിൽസ്, പണ്ട് ഗോവ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ആരൊക്കെയായിരുന്നു, കുറെ പിന്നെ ഇവിടുത്തെ മെയിൻ കൃഷികള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് കാണാം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റി എങ്ങനെയാണ്, ഇവരുടെ പണ്ടത്തെ കോയിൻസ് കാര്യങ്ങളൊക്കെ. ഇവരുടെ ഡാൻസ് ഒക്കെയാണ്, ട്രഡീഷണൽ ഡാൻസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഇവരിത്ര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇവിടെ എങ്ങനെയാണ് ആക്ച്വലി ഫെനി ഉണ്ടാക്കുന്നത് എന്നാണ് ഇവർ നോക്കുന്നത്. എങ്ങനെയാണ് ഗോവയിലേക്ക് ഫെനി എത്തിയത്, അതെങ്ങനെ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഇവർ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നത്. അപ്പുറത്തൊന്നും ആരുമില്ല. ഡാൻസിന്റെയും ഫ്രീഡം ഫൈറ്റിന്റെയും കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്നും ആരും നോക്കുന്നില്ല. ഇപ്പുറത്ത് നല്ല ആളുണ്ട്. ഇതിനകത്തുള്ള ഒരു ആർട്ട് ഗാലറിയാണ്. ആർട്ട് ഗാലറി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് ഇൻഫർമേഷൻസ് എഴുതിയിട്ടുണ്ട്, അതിന്റെ ഫോട്ടോസ് ഉണ്ട്, ഇവരുടെ കോയിൻസ്, പണ്ട് കാലത്തുള്ള കോയിൻസും ഓരോരോരോ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെയും ഹിസ്റ്ററി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം. ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി ഒന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെയുള്ള ഈ പീരങ്കികൾ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടോ. ഫുള്ള് സീലേക്ക് ഫേസ് ചെയ്തിട്ട് ഒത്തിരി ഉണ്ട്. നമ്മള് എണ്ണിയിരുന്നെങ്കിൽ ഒരുപാട് ഒത്തിരി ഉണ്ട്. ഇത് നമ്മുടെ അടുത്ത ലൊക്കേഷനാണ്. അഗോഡ ഫോർട്ട് എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ നേരത്തെ കണ്ട ജയിൽ മ്യൂസിയത്തിന്റെ തൊട്ടടുത്താണ് ഈ സാധനം. ഇവിടെ നമുക്കൊരു എൻട്രി ടിക്കറ്റ് ഉണ്ട്, അപ്പൊ അതെടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ക്യൂവും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഒരു 5-6 പേരുണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് 2 രീതിക്ക് എടുക്കാം, ക്യാഷ് ആയിട്ട് കൊടുത്തും എടുക്കാം, ഓൺലൈനും എടുക്കാം. അപ്പോ
ക്യാഷായിട്ട് ഞാൻ ക്യാഷ് കൊടുത്തപ്പോൾ ചേഞ്ച് ഇല്ലായിരുന്നു. അപ്പോ ഓൺലൈൻ ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓൺലൈൻ എടുക്കുക ചെയ്തു. പക്ഷെ ഓൺലൈൻ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്.
അടുത്ത ലൊക്കേഷനാണ്. അതൊരു ചർച്ചാണ്, ഒരു ചെറിയൊരു ചർച്ച്, ഒരു കനേജിയൻ ചർച്ച് എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഓൾറെഡി ഇപ്പൊ ഇരുട്ടാവാറായി. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ ഒന്ന്, ഞാൻ ആക്ച്വലി പോകുന്ന വഴിക്കായിരുന്നു, അപ്പോ നിങ്ങളുടെ ഒന്ന് കണ്ടിട്ട് പോവാന്നും പറഞ്ഞ് കയറിയതാ. അപ്പൊ ഞാൻ ട്രെയിനിനാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ ഇനി ട്രെയിൻ ഉണ്ട് ഒരു കുറച്ച് ടൈം കഴിഞ്ഞിട്ട്. അപ്പോ ഇതും കൂടെ ജസ്റ്റ് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. ഒരു നല്ലൊരു ചർച്ചാണ്, ഒരു വൈറ്റ് കളറില്. അതിന് സൈഡിൽ തന്നെ എന്തോ ഒരു കോൺവെന്റോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. കാണുന്നതാണ് വൈസ്രോയ്സ് ആർച്ച് എന്ന് പറയുന്നൊരു നിർമ്മിതി. ഇത് നമ്മുടെ പോർച്ചുഗീസുകാർ പണിഞ്ഞു തന്നെയാണ്. ചെറിയൊരു റോഡിന്റെ സൈഡിലുള്ള ചെറിയൊരു സംഭവമാണ്. നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആക്ച്വലി ലാസ്റ്റ് വിസിറ്റ് ചെയ്ത പ്ലേസ്. ഇത് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നേരെ കേരളത്തിലോട്ട് പോകുമായിരുന്നു. അപ്പൊ ഈ 2 days ഒത്തിരി പ്ലേസസ് വിസിറ്റ് ചെയ്തു, പറ്റാവുന്ന അത്ര ഷൂട്ടും ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇത് കഴിഞ്ഞൊരു വിസിറ്റും കൂടെ ഉണ്ട്. അപ്പോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.